ഓവർ തിങ്ക് ചെയ്ത് സമയം കളയുന്നവരോടാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് ഈ ലോകത്ത് ഇപ്പോഴത്തെ വേൾഡ് ഓഫ് മീറ്റർ കണക്കനുസരിച്ച്, അതായത് ഇപ്പോഴത്തെ ജനസംഖ്യ അനുസരിച്ച് ഏകദേശം 8 ബില്യൺ ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിലെ ഓരോ ദിവസവും ഓരോ ലക്ഷത്തിലധികം പേരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ ഏകദേശം 200ഓളം രാജ്യങ്ങളുണ്ട്. ഈ ഓരോ രാജ്യത്തിലും മില്യൺ കണക്കിന് സിറ്റികളുണ്ട്. ഈ സിറ്റികളിൽ ഓരോ സിറ്റികളിലും ചുരുങ്ങിയത് 1000 സബർബുകളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഏകദേശം നമ്മൾ പറഞ്ഞ ഈ 8 ബില്യൺ ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ ഇത്തരം സിറ്റികളിൽ, നിങ്ങളിരിക്കുന്ന ഈ സിറ്റികളിലെ ഈ ചെറിയ മനുഷ്യരുടെ അപ്പുറത്തേക്ക് ആരും നിങ്ങളെ ഓർത്ത് ആകുലതപ്പെടുന്നില്ല. ആരും നിങ്ങളോർത്ത് വിഷമിക്കുന്നുമില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആരും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നില്ല. ആരും നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ല ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഭൂമി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഭൂമി ഈ ലോകത്തിലെ ഒരു പ്ലാനറ്റിലെ ഒരു സംഭവം മാത്രമാണ്. ഈ ഓർബിറ്റിലെ ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ഇതേപോലത്തെ ഗ്രഹങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഏകദേശം ട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഈ ഭൂമിയിലുണ്ട്. നമ്മളെല്ലാം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ചെറുതാണ്. അതായത് നിങ്ങൾക്ക് 40 വയസ്സായി എന്ന് കരുതുക. നിങ്ങൾക്കിനി ജീവിതത്തിൽ ഏകദേശം ഒരു 2000 ആഴ്ചകളിൽ താഴെ ജീവിതമുള്ളൂ. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിനെ ആഴ്ചകളിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 20 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 2000 ആഴ്ച, ഒരു 1500നും 2000നും താഴെ ആഴ്ചകളെ നമ്മൾ ഭൂമിയിലുള്ളൂ. അതിൽ ഒരു ഏകദേശം ഒരു 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങി തീർക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗത്തിൽ മേലെ നമ്മൾ ഉറങ്ങി തീർക്കും ഇല്ലേ. അപ്പോൾ നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്തിരിക്കാൻ പോലുള്ള സമയമില്ല. എൻ്റെ ക്ലോക്കിൽ, എൻ്റെ ഫോണിൽ ഒരു കൗണ്ട് ഡൗൺ ആപ്പുണ്ട്. അതെന്നെ റിമൈൻഡ് ചെയ്യിക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ സെറ്റ് ചെയ്ത ഗോളുകൾക്ക്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈവൻ എൻ്റെ ലൈഫ് ടൈമിന് വരെ എനിക്കുള്ള ഏകദേശം നമ്പറുകളെ പറ്റിയിട്ട് ഡെയിലി എന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിമൈൻഡ് ചെയ്യുമ്പോൾ അതെന്നെ ഇത്രയും കൂടിയും ഊർജ്ജസ്വലനാക്കും. ഞാൻ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പറ്റി ആലോചിച്ചിരിക്കാനോ, മറ്റുള്ളവരെ പറ്റി എന്നെപ്പറ്റി ചിന്തിക്കുമെന്ന് ആലോചിക്കാനോ എനിക്ക് സമയമില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒറ്റ ജീവിതമുള്ളൂ. എന്താണ് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അയ്യോ ഇതിലും കൂടുതൽ മറ്റുള്ളവരെ ആലോചിച്ച്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഒന്നും ചെയ്യാതെ സമയം കളയുകയാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പലരും ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നൊക്കെ വിചാരിച്ച് ജീവിക്കണമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കിട്ടാവുന്ന മെസ്സേജുകളിൽ ഒത്തിരി അങ്ങനെയുണ്ട്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഈ ലോകത്തിൽ ആരോ ആയിക്കോട്ടെ, എത്ര വലിയ CEO ആയിക്കോട്ടെ, എത്ര വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, എത്ര ഡിഗ്രി ഉള്ള ആളായിക്കോട്ടെ, എത്രയോ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എന്തോ ആയിക്കൊള്ളട്ടെ, മരണത്തിന് ശേഷം അവൻ വെറും ഒരു ബോഡി മാത്രമാണ്. പിന്നീട് അങ്ങോട്ടുള്ള സംസാരം ബോഡി എപ്പോഴാണ് വരുന്നത്, ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നത്, ബോഡി എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. കാരണം അപ്പോൾ നമ്മൾ ഇത്രയും വറി ചെയ്ത്, ഇത്രയും ആങ്ഷ്യസ് ആയി, ഇത്രയും സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന നമ്മളുടെ ശരീരത്തിന് ആ ഒരു ജീവൻ നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് കഴിഞ്ഞതുള്ള സമയത്തിൽ പ്രത്യേകിച്ച് വിലയൊന്നും മനുഷ്യൻ കൊടുക്കുന്നില്ല, കൊടുക്കാൻ പറ്റില്ല. അതാണ് ജീവിതം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാം വളരെ കുറച്ച് സമയങ്ങളേ ഈ ഭൂമിയിലുള്ളൂ. ആ ഉള്ള സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരുടെ കൂടെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ പറ്റി ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യൂരിയോസിറ്റി അതിനെപ്പറ്റി തല്ലിക്കെടുത്തിയിട്ട് നിങ്ങൾ എന്തിനോ വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ബുദ്ധിമുട്ടാൻ പോകുന്നത് ഒരു സമയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ്. നമുക്ക് ജീവിതത്തിൽ ആ ഒരു ക്യൂരിയോസിറ്റി തീർക്കപ്പെടാതെ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ തീർക്കാൻ പറ്റാതെ ഒരു മനുഷ്യൻ മരിക്കുന്നതിലും വലിയൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒരു അനുഭവം കൊണ്ട്. ഞാൻ വായിച്ച അനുഭവം കൊണ്ട്, കേട്ട അനുഭവം കൊണ്ട്, പഠിച്ച അനുഭവം കൊണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവത്തിനെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഞാനീ പറഞ്ഞ പോലെ ഇത്രയും ഭൂമിയിൽ ഇത്രയും വലിയ മനുഷ്യരുടെ ഇടയ്ക്ക്, ഇത്രയും നമ്പർ ഓഫ് ആളുകളുടെ ഇടയ്ക്ക് നമ്മളൊന്നുമല്ല എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഇത്രയും കൂടിയും ഒരു ക്ലാരിറ്റി കിട്ടും. എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി അവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ കോൺഫിഡൻസ് ഉണ്ട്.
ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറേജ് ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ പേടിക്കൊന്നുമില്ല. ഇത് നമുക്ക് ഇത്തിരി ഈസി ആയിട്ട് കാണേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഈസി ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഓവർ തിങ്കിങ് ചെയ്ത് സമയം കളയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ, അതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ. അപ്പോൾ താങ്ക് യു.